ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ശബരിമല സ്വർണ്ണക്കൊള്ള, ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസു അറസ്റ്റിൽ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും മുൻ ദേവസ്വം കമ്മീഷണറുമായ എൻ വാസു അറസ്റ്റിൽ. എൻ വാസുവിനെ വിളിച്ചു വരുത്തി അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. എസ്ഐടി തലവൻ SP പി ശശിധരൻ നേരത്തെ എൻ വാസുവിനെ ചോദ്യം ചെയ്തിരുന്നു. ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കുവാൻ നീക്കം. കട്ടളപ്പാളി കേസിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എൻ വാസു 2019 മാർച്ചിൽ ദേവസ്വം കമ്മീഷണറും പിന്നീട് നവംബറിൽ ദേവസ്വം പ്രസിഡന്റായും ചുമതലയിലുണ്ടായിരുന്നു. എൻ വാസുവിന് ഉണ്ണികൃഷ്ണൻ പോറ്റി മെയിൽ അയച്ചതും SIT അന്വേഷിച്ചിരുന്നു. മത്സരിൽ ചെമ്പ് എന്ന് രേഖപ്പെടുത്തുവാൻ മുരാരി ബാബുവിന് നിർദ്ദേശം നൽകിയത് എൻ വാസു എന്നായിരുന്നു SITയുടെ കണ്ടെത്തൽ. വാസുവിനെ നേരത്തെ SIT ചോദ്യം ചെയ്ത് വിട്ടയച്ചുവെങ്കിലും വീണ്ടും ഹാജരാക്കുവാൻ നോട്ടീസ് നൽകിയിരുന്നു. രണ്ടാം തവണ ചോദ്യം ചെയ്യുവാനായി നോട്ടീസ് നൽകിയെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി വാസു സാവകാശം തേടിയിരുന്നു. ഇതിന് പിന്നാലെയാണ് വിളിച്ചുവരുത്തി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഡൽഹി സ്ഫോടനം NIA അന്വേഷിക്കും, അന്വേഷണം ഷഹീൻ ഷാഹിദിനെ കേന്ദ്രീകരിച്ച്. ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനം NIA അന്വേഷിക്കും. അന്വേഷണം പൂർണ്ണമായി NIAക്ക് കൈമാറിയതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യതലസ്ഥാനത്ത് ഉന്നതതല കൂടിയാലോചനകൾ തുടരുകയാണ്. ലഖ്നൌവിൽ UP പോലീസുമായി ചേർന്ന് ജമ്മു കാശ്മീർ പോലീസ് പരിശോധന നടത്തുകയാണ്. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ഫരീദാബാദ് സംഘത്തിലെ വനിതാ ഡോക്ടർ ഷഹീൻ ഷാഹിദിനെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. ഡോക്ടർ ഷഹീൻ, ഡോക്ടർ മുസമ്മിൽ, ഡൽഹി സ്ഫോടനത്തിന് പിന്നിലെ ഡോക്ടർ ഉമർ മുഹമ്മദ് എന്നിവർ ജോലി ചെയ്തിരുന്ന ഫരീദാബാദ് അൽ ഫലാഹ് സർവകലാശാലയിൽ ഡൽഹി പോലീസും പരിശോധന നടത്തുന്നു. വെള്ളക്കോളർ ഭീകര സംഘത്തിന്റെ പ്രധാന ആസൂത്രകൻ ശ്രീനഗർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മുൻ ഫാർമസിസ്റ്റ് മൌലവി ഇർഫാൻ എന്ന് ഏജൻസികൾക്ക് വിവരം ലഭിച്ചു. അതേസമയം ഡൽഹിയിൽ പൊട്ടിത്തെറിച്ച I-20 കാർ പെട്രോൾ പമ്പിലെത്തുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. സ്ഫോടന സ്ഥലത്ത് വിവിധ ഏജൻസികളുടെ പരിശോധന പുരോഗമിക്കുകയാണ്. സംഭവത്തിൽ അന്വേഷണത്തിനായി 500ഓളം പേരടങ്ങുന്ന സംഘത്തെ ഡൽഹി പോലീസ് രൂപീകരിച്ചിരുന്നു. സ്ഫോടനത്തിൽ സമഗ്ര അന്വേഷണമാണ് നടത്തുന്നത്. കൂട്ടാളികൾ അറസ്റ്റിലായതോടെ പരിഭ്രാന്തിയിലായ ഉമർ വേഗത്തിൽ ആസൂത്രണം ചെയ്തതാണ് ചാവേർ ആക്രമണം എന്നാണ് വിവരം. ഉമറിനൊപ്പം കാറിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നും പരിശോധിക്കുന്നു. ഇയാളുടെ മാതാവും സഹോദരങ്ങളും ഉൾപ്പെടെയുള്ളവരെ അന്വേഷണ ഏജൻസികൾ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ്. ഉത്തരവാദികളെ വെറുതെ വിടില്ല, ഗൂഢാലോചകർക്ക് മറുപടി നൽകും പ്രധാനമന്ത്രി. ഡൽഹി സ്ഫോടന കേസിൽ ഗൂഢാലോചന നടത്തിയവർക്ക് തക്കതായ മറുപടി നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉത്തരവാദികളെ വെറുതെ വിടില്ല, ഗൂഢാലോചന നടത്തിയവരെ കണ്ടെത്തും. ഡൽഹി സ്ഫോടനത്തിന്റെ ഇരകളായ കുടുംബങ്ങളുടെ വേദന തനിക്ക് മനസ്സിലാകും. രാജ്യം മുഴുവൻ അവരോടൊപ്പമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കടുത്ത ഹൃദയവേദനയോടെയാണ് ഭൂട്ടാനിലെത്തിയതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അതേസമയം സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന എല്ലാ ഏജൻസികളുമായും രാത്രി മുഴുവൻ ബന്ധപ്പെട്ടിരുന്നുവെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. പിണറായി വിജയൻ അറിയാതെ ഒന്നും നടക്കില്ല, കേസ് വാസുവിൽ അവസാനിക്കില്ല, രാജീവ് ചന്ദ്രശേഖർ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് എൻ വാസുവിൽ അവസാനിക്കില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. പിണറായി വിജയൻ അറിയാതെ ഒന്നും നടക്കില്ല. 2018 മുഖ്യമന്ത്രി ദ്രോഹം ചെയ്തു. മുഖ്യമന്ത്രി ആദ്യം മുതൽ വീഴ്ചയെന്ന് പറഞ്ഞു. പിന്നീട് ജനം വിശ്വസിക്കാതായതോടെ പോറ്റിയെ ഇറക്കി. ഇപ്പോഴിതാ വാസുവും. ഇതെല്ലാം നടന്നത് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്ന് BJP ആദ്യമേ പറഞ്ഞതാണ്. ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടുവാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെന്നും ഇത് അനുവദിക്കില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. SIT കേരള പോലീസിന്റെ ഭാഗം തന്നെയാണ്. അതുകൊണ്ട് ഒന്നും പറയാനില്ല. കോടതിയാണ് ഇത് തീരുമാനിക്കേണ്ടത്. പുറത്തുനിന്നുള്ള ഏജൻസി കേസ് അന്വേഷിക്കണം. K ജയകുമാറിന്റെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കി മുഖ്യമന്ത്രിയുടെ കീഴിൽ ജോലി ചെയ്യുന്ന IAS ഓഫീസറെ തലപ്പത്ത് കൊണ്ടുവന്നാൽ അയാൾ മുഖ്യമന്ത്രിക്കെതിരെ എന്തെങ്കിലും ചെയ്യുമോ? ഇതൊക്കെ മനസ്സിലാക്കുവാൻ സാമാന്യ ബുദ്ധി പോരെ, രാജീവ് ചന്ദ്രശേഖർ വിമർശിച്ചു. സ്വർണ്ണപ്പാളികൾ ചെമ്പെന്ന് എഴുതുവാൻ നിർദ്ദേശിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വിവാദ ഇമെയിലിൽ ഉത്തരമില്ലാതെ എൻ വാസു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നിർണായക നീക്കവുമായി SIT. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും മുൻ ദേവസ്വം കമ്മീഷണറുമായ എൻ വാസുവിനെ SIT അറസ്റ്റ് ചെയ്തു. കട്ടളപ്പാളി കേസിൽ 3ാം പ്രതിയാണ് എൻ വാസു. ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന് മുൻപാകെ സമ്പൂർണ്ണ റിപ്പോർട്ട് സമർപ്പിക്കുവാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെയാണ് എൻ വാസുവിന്റെ അറസ്റ്റ്. ശബരിമല സന്നിധാനത്തെ സ്വർണം പൊതിഞ്ഞ കട്ടളപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയതുമായി ബന്ധപ്പെട്ട കേസിലാണ് അറസ്റ്റ്. കട്ടളപ്പാളിയിലെ സ്വർണ്ണപ്പാളികൾ ചെമ്പാണെന്നെഴുതുവാൻ ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസു 2019 മാർച്ച് 19 നിർദ്ദേശം നൽകിയെന്ന് സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് കേസിൽ 3ാം പ്രതിയാക്കിയത്.
അറസ്റ്റിലായ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ SIT സംഘം N വാസുവിനെ നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. സ്വർണം പൂശലുമായി ബന്ധപ്പെട്ട് സ്പോൺസറുടെ കൈവശം ബാക്കി സ്വർണം ഉണ്ടെന്നറിഞ്ഞിട്ടും വാസു നടപടിയെടുത്തില്ലെന്നാണ് ആരോപണം. N വാസു പ്രസിഡന്റായിരിക്കെയാണ് സ്വർണം പൂശൽ കഴിഞ്ഞ ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വിവാദ ഇമെയിൽ സന്ദേശം ലഭിച്ചത്. സ്വർണം ബാക്കിയുണ്ടെന്നും ഇത് ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിന് ചെലവഴിക്കട്ടെ എന്നും ചോദിച്ചായിരുന്നു പോറ്റിയുടെ ഇമെയിൽ സന്ദേശം. എന്നാൽ ഇതു സംബന്ധിച്ച് വാസു നൽകിയ വിശദീകരണം തൃപ്തികരമായിരുന്നില്ല. N വാസുവിന്റെ അറസ്റ്റോടെ സ്വർണ്ണക്കൊള്ള കേസുകളിൽ അറസ്റ്റിലായവരുടെ എണ്ണം 5ആയി. ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി, മുൻ ഉദ്യോഗസ്ഥരായ മുരാരി ബാബു, KS ബൈജു, സുധീഷ് കുമാർ എന്നിവരുടെ കസ്റ്റഡി കാലാവധി അവസാനിച്ചതോടെ 4 പേരും ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടാം ഘട്ടത്തിലും കനത്ത പോളിംഗ്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടാം ഘട്ടത്തിലും കനത്ത പോളിംഗ്. 5 മണിവരെ 67% മുകളിലാണ് പോളിംഗ്. പോളിംഗ് ശതമാനം ഉയർന്നത് ജയസാധ്യത വർദ്ധിപ്പിച്ചതായി ഇരു മുന്നണികളും അവകാശപ്പെട്ടു. ഗ്രാമീണ മേഖലകളിൽ മികച്ച പോളിംഗ് രേഖപ്പെടുത്തിയതാണ് പോളിംഗ് ശതമാനം ഉയരുവാൻ കാരണം. സ്ത്രീ വോട്ടർമാർ ഇത്തവണയും വോട്ടെടുപ്പിൽ സജീവമായി പങ്കെടുത്തു. അരാരിയയിൽ BJP കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടായതൊഴിച്ചാൽ കാര്യമായ അക്രമ സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തില്ല. വോട്ടർ പട്ടികയിൽ നിന്നും അകാരണമായി പേര് വെട്ടിയെന്ന് പൂർണിയയിലെ പ്രാൺപട്ടിയിലുള്ള നാട്ടുകാർ പരാതിപ്പെട്ടു. ഡൽഹിയിലെ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ അതീവ സുരക്ഷയിലാണ് വോട്ടിംഗ് നടന്നത്. ഇലക്ട്രിക് കാർ വിപണിയിലേക്ക് മാരുതി. ആദ്യ ഇലക്ട്രിക് SUV ഉടനെത്തും. ഇന്ത്യയിലെ ഇലക്ട്രിക് വാഹന രംഗത്തേക്ക് ചുവടുവയ്ക്കുവാനൊരുങ്ങുകയാണ് രാജ്യത്തെ ഏറ്റവും വലിയ കാർ നിർമ്മാതാക്കളായ മാരുതി സുസുക്കി. മാരുതി സുസുക്കിയുടെ ആദ്യ ഇലക്ട്രിക് SUVയായ വിറ്റാരയാണ് വിപണിയിലെത്തിക്കുന്നത്. ഡിസംബറിൽ വിറ്റാര വിപണിയിലെത്തിക്കും എന്നാണ് കമ്പനി അറിയിക്കുന്നത്. ഡിസംബർ 2-നാകും വിറ്റാര ഇന്ത്യൻ വിപണിയിൽ അരങ്ങേറ്റം കുറിക്കുക. ഓഗസ്റ്റിൽ വാഹനത്തിന്റെ നിർമ്മാണം ഗുജറാത്തിലെ പ്ലാന്റിൽ ആരംഭിച്ചിരുന്നു. ഇവിടെ നിർമ്മിച്ച വിറ്റാര യൂറോപ്പിലേക്കാണ് കയറ്റി അയക്കുന്നത്. ഓഗസ്റ്റിൽ കയറ്റുമതി ആരംഭിച്ചതിന് ശേഷം ഏകദേശം 7000 യൂണിറ്റ് വിറ്റാര വിദേശത്തേക്ക് കയറ്റി അയച്ചിട്ടുണ്ടെന്നാണ് കമ്പനി അറിയിച്ചത്. UK, ജർമ്മനി, നോർവേ, ഫ്രാൻസ്, ഡെൻമാർക്ക്, സ്വിറ്റ്സർലൻഡ്, നെതർലാൻഡ്സ്, സ്വീഡൻ, ഹംഗറി, ഐസ്ലാൻഡ്, ഓസ്ട്രിയ, ബെൽജിയം എന്നിവയുൾപ്പെടെ യൂറോപ്പിലുടനീളമുള്ള 12 രാജ്യങ്ങളിലേക്ക് 2900-ലധികം യൂണിറ്റ് വിറ്റാര അയച്ചു. മാരുതി സുസുക്കി EVX കോൺസെപ്റ്റിൽ നിന്നാണ് വിറ്റാരയുടെ ഡിസൈൻ. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.